Good afternoon. Okay, okay. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ്? ഇന്റേണൽ സോഴ്സസും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. ഓക്കെ, അതിനകത്ത് ചാപ്റ്റർ എടുത്തോട്ടോ. അന്ന് സോളിങ്സിന് പകരം ഞാൻ കയറിയതാണ്. മിസ് ലീവ് ആയതുകൊണ്ട് കയറിയതാണ് കേട്ടോ. ചാപ്റ്റർ എടുത്തു വെക്കട്ടോ. Okay, chapter 2, page number 18. 18th page. Okay, ready ആയോ? ഓക്കെ അല്ലേ? എടുത്തു വെച്ചില്ലേ? സാന്ദ്ര, അഞ്ജലി, രമ്യ, ഓക്കെ ആയോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു സോഴ്സസ് പറഞ്ഞത് അല്ലെ? അതായത് റിക്രൂട്ട്മെന്റിന്റെ ഉറവിടങ്ങൾ, എവിടെ നിന്നൊക്കെയാണ് റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് നമുക്ക് അതിന് വേണ്ട മാൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് അല്ലെ? അതിന് ഇന്റേണൽ സോഴ്സസും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. ഇന്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ആൻഡ്, അപ്പൊ അത് നോക്കി വെക്കണം കേട്ടോ. ഇന്റേണൽ സോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ട്രാൻസ്ഫർ ആൻഡ് പ്രമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൽസ്, former employees, previous applicants. Then external sources വരുന്നതാണ് direct method, indirect method, then മൂന്നാമത്തെ third party methods. ഫസ്റ്റ് ആണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് ഇന്റേണൽ സോഴ്സസ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ അപ്പൊ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്? ഓക്കെ, എവിടെ നിന്നാണ്? ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ, ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ജോബ് വേക്കൻസി വന്നാൽ ആ ഓൾറെഡി ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരെ തന്നെ ആ ഒരു പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യും. അതാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. നോക്കിയേ, this is the process of filling job opening by choosing from the pool of a group of existing workforce in the organization. ഒരു ഓർഗനൈസേഷനിൽ നിലവിലുള്ള തൊഴിലാളികൾ, അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന തൊഴിലാളികളില്ലേ ഒരു സ്ഥാപനത്തില്, ആ ഓർഗനൈസേഷനിൽ നിലവിലുള്ള തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് ആ ഒരു പോസ്റ്റിലേക്ക് അവര് റിക്രൂട്ട് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. The process of filling job opening. അപ്പൊ ആ ജോബ് വേക്കൻസി എങ്ങനെ ഫില്ല് ചെയ്യുന്നേ? Choosing from the pool of existing workforce. ആ സ്ഥാപനത്തിലെ നിലവിലുള്ള വർക്ക്ഫോഴ്സ് ഇല്ലേ, എംപ്ലോയീസ് ഇല്ലേ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആ ഒരു ജോലി, ആ ഒരു വേക്കന്റ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ, അതിന് സ്കിൽഡ് ആയിട്ടുള്ള, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ, അതിന് നോളജ്, അറിവും സ്കിൽസും ഒക്കെ ഉള്ള ഒരാളെ ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുകയാണ്. അതാണ് ഇന്റേണൽ സോഴ്സസ്. പുറത്തെങ്ങും പോകില്ല, ആ ഓർഗനൈസേഷൻ, ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ആളെ റിക്രൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഇന്റേണൽ സ്ക്രീൻ ഷെയർ ചെയ്തതായിട്ടില്ലേ? കാണുന്നില്ലേ? No. Okay. ഇപ്പൊ ഓക്കെ ആണോ?
യെസ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഏതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ജോബ് ഓപ്പണിംഗ് ബൈ ചൂസിംഗ് ഫ്രം ദ പൂൾ ഓഫ് എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അതാണ് എന്ത്? ഇന്റേണൽ സോഴ്സസ്. അതായത് ആ ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിലെ അവരിൽ നിന്ന് തന്നെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നു. മനസ്സിലായില്ലേ? The following methods or technique can be used while recruiting internally. അപ്പൊ ഇന്റേണൽ റിക്രൂട്ട്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെത്തേഡുകളാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ രീതിയിൽ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് നടത്താം? ഫസ്റ്റത്തെയാണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഇന്റേണൽ സോഴ്സിൽ വരുന്നത് ഫസ്റ്റ് ഏതാണ്? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. നമ്മൾക്ക് ഒത്തിരി സുപരിചിതമായിട്ടുള്ള വാക്കാണ് അല്ലെ. എനിക്ക് ട്രാൻസ്ഫർ ആയി അല്ലെങ്കിൽ ഞാൻ പ്രൊമോഷൻ ആയിട്ടോ എന്നൊക്കെ നിങ്ങളോട് പറയാനില്ലേ. എന്താണ് ആ ട്രാൻസ്ഫറും പ്രൊമോഷനും തമ്മിലുള്ള വ്യത്യാസം? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫേഴ്സ് ആൻഡ് പ്രൊമോഷൻ ആർ വേസ് ഓഫ് ഫില്ലിംഗ് ഓർഗനൈസേഷണൽ ജോബ് വേക്കൻസി ഇന്റേണലി. രണ്ടും ഉള്ളിൽ നിന്ന് തന്നെയല്ലേ? ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നതാണ് ഇത് ട്രാൻസ്ഫറും പ്രൊമോഷനും. അതായത് ഇന്റേണൽ മൂവ്മെന്റ് വിത്ത് ദ സെയിം ഗ്രേഡ് ഫ്രം വൺ ജോബ് ടു അനദർ ഈസ് കോൾഡ് ട്രാൻസ്ഫർ. അണ്ടർലൈൻ ചെയ്തോട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇന്റേണൽ മൂവ്മെന്റ് വിത്ത് ദ സെയിം ഗ്രേഡ്. ആ ഗ്രേഡ് മാറും, സെയിം ഗ്രേഡ് തന്നെ ആയിരിക്കും. സെയിം ഗ്രേഡ് തന്നെയാണ്, ആ ഗ്രേഡ് ലെവൽ മാറുന്നില്ല. ഫ്രം വൺ ജോബ്, ഒരു ജോലിയിൽ നിന്ന് ആളെ മാറ്റുകയാണ് നമ്മള്, അല്ലെങ്കിൽ വേറെ വ്യക്തി ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് അവിടെ എന്ത് ജോലിയാണോ ചെയ്തത് സെയിം തന്നെ, അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അവർക്ക് സാലറി കൂടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസിൽ വേറെ മാറ്റമൊന്നും വരുന്നില്ല, സെയിം ഗ്രേഡ് ആണ്. അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ അത്? The internal movement within the same grade. ഗ്രേഡ് മാറില്ല. ഇപ്പൊ ഏത് പൊസിഷൻ ആണോ അത് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മാറ്റുകയാണ്. ട്രാൻസ്ഫർ ആകുന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നവിടത്തേക്ക് ട്രാൻസ്ഫർ ആയി. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഗ്രേഡ് തന്നെയാണ്, അവര് അവിടെ ഏതായിരുന്നോ അത് തന്നെയാണ്, ആ ഗ്രേഡ് സെയിം ലെവലാണ് വരുന്നത്. സെയിം ഗ്രേഡ് ഫ്രം one job to another is called transfer. Then whereas the movement of an employee from lower level position, താഴെ ലോവർ ലെവലിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് അങ്ങനെ മാറ്റുന്നതാണ് കണ്ടോ. അപ്പൊ എന്താ പറ്റുന്നേ? along with the changes in work, ജോലിയിൽ വ്യത്യാസം വരൂലേ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവര് ലോവർ ലെവലിൽ താഴെ കടയിലായിരുന്നു ഇരുന്നത്, അത് കുറച്ചുനാള് സീനിയോറിറ്റി കഴിയുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ടോപ്പ് ലെവലിലേക്ക് മാറും. ഇപ്പൊ ഫസ്റ്റ് ഒരു പിയൂൺ ആയിട്ടാണ് നമ്മൾ കയറിയെങ്കിൽ എന്താ പറയാ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വല്ല ഓഫീസ് വല്ല വേറെ എന്തെങ്കിലും ഇതായിട്ടോ അസിസ്റ്റന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി കയറി പോകാൻ പറ്റും നമുക്ക് അല്ലേ. അതായത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ നിന്ന്, അതായത് താഴെയുള്ള പൊസിഷനിൽ നിന്ന് എന്ത് ഹയർ പൊസിഷനിലേക്കുള്ള മാറ്റമാണ് പ്രൊമോഷൻ. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ വർക്ക് വ്യത്യാസം വരൂലേ പ്രൊമോഷൻ കിട്ടുമ്പോ? അല്ലെ, കുറച്ചും കൂടി ഉയർന്ന ഒരു ലെവലിലേക്കാണ് പോണത്. അപ്പൊ അവരുടെ വർക്കുകൾ വ്യത്യാസം വരാം, റെസ്പോൺസിബിലിറ്റി വ്യത്യാസം വരാം, സ്റ്റാറ്റസ് അല്ലെ അവരുടെ നില. ആൻഡ് വാല്യൂ ഈസ് ടേംഡ് ആസ് പ്രൊമോഷൻ. അതാണ് സാലറിയും കൂടാം. പ്രൊമോഷൻ കിട്ടിക്കഴിയുമ്പോ സാലറി കൂടൂലേ? അല്ലെ, സാലറിയിലെ വ്യത്യാസം വരും. അച്ചോ താഴെ ലെവലിലായിരുന്നു ഇത്രയും ആളിരുന്നത്. ഇപ്പൊ കുറച്ച് നാളൊക്കെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നവരൊക്കെ പ്രൊമോഷൻ ആവും അല്ലെ. ഇത്ര വർഷം കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിലേക്ക്, ഇപ്പൊ പോലീസ് നമ്മൾ ഫസ്റ്റ് കോൺസ്റ്റബിൾ ആയിരുന്നു മുതൽ SI വരെ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ കേട്ടിട്ടില്ലേ? ഓരോ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവര് നെക്സ്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് അവര് ട്രാൻസ്ഫർ എന്താ പറയാ അവർ പ്രൊമോട്ട് ചെയ്യാണ്, പ്രൊമോഷൻ ആണ് അവിടെ. അപ്പൊ ഇത്രയും മനസ്സിലാക്കാം. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ലെവലാണ്, സെയിം ലെവലിലുള്ള മാറ്റാണ്. ജോലി കൂടുന്നില്ല, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല, സാലറിയിൽ വ്യത്യാസം വരുന്നില്ല, സെയിം. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ പൊസിഷനിൽ നിന്ന് ഹയർ ലെവൽ പൊസിഷനിലേക്ക്. അപ്പൊ അവരുടെ വർക്കിൽ വ്യത്യാസം വരും, സാലറിയിൽ വ്യത്യാസം വരും, റെസ്പോൺസിബിലിറ്റീസിൽ ഉത്തരവാദിത്തങ്ങൾ, സ്റ്റാറ്റസ്, വാല്യൂ ഇതെല്ലാം വ്യത്യാസം വരും. ക്ലിയർ ആയില്ലേ? രണ്ടും അണ്ടർലൈൻ ചെയ്തു വെച്ചോട്ടോ. സാലറി ആയി നമുക്ക് ഈ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ജോബ് പോസ്റ്റിംഗ്. അടുത്ത ഒരു ഇന്റേണൽ സോഴ്സ് ആണ് ജോബ് പോസ്റ്റിംഗ് ഓർ ജോബ് അഡ്വർടൈസ്മെന്റ്.
ജോബ് അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങൾ കൊടുക്കൂലേ, ഇന്ന സ്ഥാപനത്തിലേക്ക് ഇന്ന ജോലിക്ക് ആളെ എത്ര പോസ്റ്റ് ഒഴിവുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ജോബിനെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെന്റ്, അതാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഓർഗനൈസേഷനിലെ നമ്മൾ ഒഴിവുള്ള ഒരു തസ്തികയിലേക്ക് ഉള്ള ഒരു പരസ്യമാണത്. ഇത് എന്തിനു വേണ്ടിയാണ് പരസ്യം ചെയ്യണേ? അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് ജോബ് പോസ്റ്റിംഗ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ വല്ല അങ്ങനെയുള്ള ജോലിയുടെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. ആ ഒരു ജോലി വേക്കൻസിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതെന്താ കാണിക്കുന്നത്? ആ ജോലിനെ കുറിച്ച് നമ്മളെ ആ കാൻഡിഡേറ്റ്സിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതൊരു പരസ്യമാണ് അത്. Okay, it is an in-house method of recruitment in which a notice of vacant jobs are posted at important places of the organization. കണ്ടോ, ആ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കണ്ടോ എവിടെ വെക്കുന്നത്? ആ ഒരു സ്ഥാപനത്തിലുള്ള പ്രധാനപ്പെട്ട പ്ലേസുകൾ such as employee lounges എന്ന് പറഞ്ഞാൽ വിശ്രമമുറി, റെസ്റ്റ് റൂം, എംപ്ലോയീസിന്റെ വിശ്രമമുറികള്, കഫറ്റീരിയാസ്, എലിവേറ്റർ, എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ്, ഇങ്ങനെയുള്ള ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ആ ജോബ് വേക്കന്റിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ വെക്കുകയാണ്. And the employees are provided with a large amount of time to apply for the available jobs. അപ്പൊ അവിടെ ലഭ്യമായ ജോലിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ടൈം അവിടെ കൊടുക്കും. അപ്പൊ ആ സ്ഥാപനത്തിലുള്ളവർക്ക് തന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് ഒഴിവുണ്ട് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു പരസ്യമാണ് അത്, അഡ്വർടൈസ്മെന്റ് ആണ് കേട്ടോ. Then nowadays a job posting is being used as one of the most creative way of recruitment in the organization. ഒന്നാണ് ചെയ്തിട്ടേ മോസ്റ്റ് ക്രിയേറ്റീവ് വേ, ഏറ്റവും ഒരു നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗമാണ് ഓർഗനൈസേഷനിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്. Most creative way of recruitment in the organization. Various organizations consider job posting an inbuilt part of an effective career management system. Thus, it is considered to be easiest. It is considered to be easiest and most commonly. അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ളത് most commonly used method by employers to inform the employees about the job opening. ഒരു എംപ്ലോയറിന്, ഒരു തൊഴിലുടമയ്ക്ക് ആ എംപ്ലോയീസിനെ, ആ തൊഴിലാളികളെ ജോലിനെ കുറിച്ചുള്ള ഇന്ന ജോലി ഒഴിവുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇൻഫോം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായതും മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ആണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ജോലിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ ഉത്തരവാദിത്തങ്ങൾ, എങ്ങനെ നമ്മൾ അത് അപ്ലൈ ചെയ്യണം അല്ലെ എന്നിവയെ കുറിച്ചും ആ സ്ഥാനത്തെ കുറിച്ചും ഒക്കെ കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എംപ്ലോയറിന്റെ പ്രഖ്യാപനമോ പരസ്യമോ ആണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ ലാസ്റ്റ് സെന്റൻസ്. It is considered to be the easiest and most commonly used method by employers. Employer-ന് ആരെ ഇൻഫോം ചെയ്യാൻ? To inform employees. Employees-നെ അറിയിക്കാൻ എന്തിനെ കുറിച്ച്? About the job opening. Clear ആയോ? ഓക്കെ ആണോ? പരസ്യമാണ്, അത്ര ഓർത്താൽ മതി. അപ്പൊ ആ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നു? ആ ആ വേക്കൻസിനെ കുറിച്ച് ഉള്ളൊരു പരസ്യം വെക്കും. അപ്പൊ ആ സ്ഥാപനത്തിൽ തന്നെയുള്ള എംപ്ലോയി തൊഴിലാളികൾക്ക് ആ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് തന്നെ ആ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് ആവശ്യത്തിനുള്ള ടൈമും കൊടുക്കും എന്ന് പറഞ്ഞു. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ, ഒരു ക്രിയേറ്റീവ് വേ ആണത്. റിക്രൂട്ട്മെന്റ് നടത്താനുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു
എന്താ പറയാ ഒരു മെത്തേഡാണ് ശരിക്കും ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ആ ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ ഇൻബിൽറ്റ് പാർട്ട്, എന്താ ഒരു അന്തർനിർമ്മിതമായ ഭാഗമായിട്ട് അവർക്കുടെ ഒരു കരിയർ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു അന്തർനിർമ്മിത ഭാഗമായിട്ട് ജോബ് പോസ്റ്റിങ്ങിനെ കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ളതും മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തിന്? എംപ്ലോയറിന് തൊഴിലാളിയെ ജോലിനെ കുറിച്ച് അറിയിക്കാൻ, ഇൻഫോം ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ടുള്ളതും മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡാണ് ജോബ് പോസ്റ്റിംഗ്. ജോബ് പോസ്റ്റിംഗ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ജോബ് അഡ്വർടൈസ്മെന്റ്. ജോബ് അഡ്വർടൈസ്മെന്റ്. ക്ലിയർ ആയില്ലേ? അടുത്തതാണ് എംപ്ലോയി റെഫറൽസ്. എംപ്ലോയി റെഫറൽസ്. Okay, using personal contact to fill a job opportunity is known as employee referral. എന്താണ് എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്? പേഴ്സണൽ കോണ്ടാക്ട്. ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അപ്പൊ എന്റെ ഒരു റിലേറ്റീവ്സോ അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിനോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോ ആ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നു അല്ലേ, അപ്പൊ നമ്മുടെ പരിചയത്തിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്യാണ് ആ ജോബ് ഓപ്പർച്യൂണിറ്റി ഫില്ല് ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ ഒരു പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കോണ്ടാക്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള ആളുകൾ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ ആ സ്ഥാപനത്തില് നിലവിലുള്ള ജോലിക്കാരില്ലേ, അവരുടെ കമ്പനിയുടെ ഒഴിവുള്ള ഒരു പൊസിഷനിലേക്ക് അവരുടെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതാണ് എംപ്ലോയി റിഫറൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട് ടു ഫിൽ എ ജോബ് ഓപ്പർച്യൂണിറ്റി ഈസ് നോൺ ആസ് എംപ്ലോയി റെഫറൽ. അപ്പൊ റെഫർ ചെയ്യാണ്, എംപ്ലോയി റെഫർ ചെയ്യാണ്. ഇറ്റ് ഈസ് എ റെഫറൻസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് എംപ്ലോയി. അവിടെ നിലവിലുള്ള എംപ്ലോയി ആണ്. റിഗാർഡിംഗ് എ കാൻഡിഡേറ്റ്, ഒരു കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവിടുത്തെ നിലവിലുള്ള എംപ്ലോയീസ് ആണ് റെഫർ ചെയ്യുന്നത്. ബി എ ഫ്രണ്ട് ഓർ ക്ലോസ് റിലേറ്റീവ്, നമ്മുടെ ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആവാം. ഇപ്പൊ നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അപ്പൊ അവിടെ ഒരു ഒഴിവ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, പക്ഷെ എന്റെ ഫ്രണ്ട് അവിടെ എന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അവര് പക്ഷേ ആ ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫൈഡ് ആയിരിക്കാം, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം. അപ്പൊ നമുക്ക് റെഫർ ചെയ്യാലോ അവരെ. ഇല്ല അക്ഷയ് നല്ല ഇതുണ്ട്, അവൻ അത്രയും ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കാം അല്ലെ. അതാണ് എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്. കണ്ടോ, ഇറ്റ് ഈസ് എ റെഫറൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഇറ്റ് ഈസ് എ റെഫറൻസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് എംപ്ലോയി. നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ആ കാൻഡിഡേറ്റ്സിനെ റെഫർ ചെയ്യാണ്. അത് അവരുടെ ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ആവാം. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ഇറ്റ് ടേക്സ് വൺ ടു നോ വൺ അപ്രോച്ച്. എന്താണ്, ഒരാൾക്ക് സ്വയം അറിയാവുന്ന ഒരു സമീപനമായി ഇതിനെ കണക്കാക്കാം. നമുക്ക് ശരിക്കും അറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് ടേക്സ് വൺ ടു നോ വൺ അപ്രോച്ച്. എന്താ, അവർക്ക് സ്വയം അറിയാവുന്ന ഒരു സമീപനമായി ഇതിനെ കണക്കാക്കാം. എ മേജർ പ്രോബ്ലം വിത്ത് ദിസ് മെത്തേഡ്, അത് അണ്ടർലൈൻ ചെയ്തേ. എന്താണ് അപ്പൊ എംപ്ലോയി റെഫറൽ എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് is that encourage ഫേവറിസം പ്രോത്സാഹിപ്പിക്കും. നമുക്ക് ഫേവർ ആയിട്ടുള്ള ആളെയല്ലേ നമ്മൾ പറയുള്ളൂ അല്ലേ. ഒരു ഒഴിവ് വന്നു, നമുക്കത് ഫേവർ ആരാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, നമ്മൾ ഫേവർ ചെയ്യുന്നവരാരാണ്, എന്താ പറയാ, അവരെ നമ്മൾ പറയുള്ളൂ ഇല്ലേ. അപ്പൊ അതെന്താണ് അതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഫേവറിസം പ്രോത്സാഹിപ്പിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? മേഘാനകാക്ഷേ. ഇനി ഇതാ എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ? എന്താണ് അതിന്റെ ഒരു ഡിമെറിറ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണ്?
എന്താണ് എൻകറേജ് ഫേവറിസം അല്ലെ. ഫേവറിസം പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഞാൻ എന്റെ ഫേവർ ആയിട്ടുള്ള ആളെ ഞാൻ പറയുള്ളൂ. അപ്പൊ നോക്കിയേ, ദാറ്റ് ഈസ് candidates of one's community or caste are selected who may not be suitable for the job. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ചിലപ്പോ നമുക്ക് ആ ആള് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യോ, അല്ലെങ്കിൽ നമ്മളെ റെഫർ ചെയ്യോ, അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിൽ നിന്നൊക്കെ ആളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ who may not be suitable for a job, ആ ജോലിക്ക് ശരിക്കും സ്യൂട്ടബിൾ ആയിരിക്കില്ല അല്ലെ. നമ്മുടെ കാസ്റ്റില് നമ്മുടെ ഒപ്പം ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അതാ പറഞ്ഞ റിലേറ്റീവ്, ഇവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് ആ ഒരു പോസ്റ്റിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ എന്താ, ചിലപ്പോ അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അത്രയും ആ കാപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല അല്ലെ. അതാണ് അവര് എന്താണ് നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ എ ജോബ്, ആ ജോലിക്ക് എന്താണ് അവര് ശരിക്കും അവര് പക്ഷെ അവര് സ്യൂട്ടബിൾ ആവണമെന്നില്ല. അതാണ് ആ ഒരു എംപ്ലോയി റെഫറലിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഫേവറിസം പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ അതുപോലെ എന്താ, ആ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ കാസ്റ്റിലോ ഉള്ള ആളെയൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ അവരെന്താണ് നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ എ ജോബ്, ആ ജോലിക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ക്ലിയർ ആയോ? എംപ്ലോയി റെഫറൽ. ഇനി അടുത്തതാണ് ഫോർമർ എംപ്ലോയി. ഫോർമർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താ, മുന്നുള്ള ജോലിക്കാർ. ഫോർമർ എംപ്ലോയി, ഫോർമർ എംപ്ലോയി അതായത് ഫോർമർ ആയിട്ടുള്ള മുമ്പുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണത്. ഫോർമർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഞാനിപ്പോ കുറെ 4 വർഷം 10 വർഷം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ അവിടെ മാറി, ഇനിയിപ്പോ അവിടെ ഒരു ഒഴിവ് വരുമ്പോൾ എന്താ, ചിലപ്പോ ഞാൻ അവിടെ ഓൾറെഡി ഞാൻ അവിടുത്തെ ഫോർമർ എംപ്ലോയി അല്ലേ, ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അപ്പൊ അവര് നിയമിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോർമർ എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമർ എംപ്ലോയീസ് ആർ ഇൻക്രീസിംഗ്ലി ബിക്കമിങ് എ ഫീസിബിൾ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആസ് ആൻ എംപ്ലോയർ മോസ്റ്റ്ലി കോണ്ടാക്ട് ഫോർമർ എംപ്ലോയീസ്. ഏറ്റവും സാധ്യമായിട്ടുള്ള ഒരു മാർഗമാണെന്ന് നമുക്ക് ആ റിക്രൂട്ട്മെന്റിന്. ഇപ്പൊ ഞാനവിടെ 10 വർഷം നിന്നതാ, എന്നിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ആ കമ്പനിക്ക് എന്താ എന്നെ കുറിച്ച് അറിയാം അല്ലെ, എന്റെ എക്സ്പീരിയൻസ്, എന്റെ വർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു സാധ്യമായിട്ടുള്ള ഒരു സോഴ്സ് അല്ലേ റിക്രൂട്ട്മെന്റിന് അല്ലേ. പെട്ടെന്ന് ആ ഇൻക്രീസിംഗ്ലി ബിക്കമിങ് എ ഫീസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമായ ഒരു സോഴ്സ് ആണ് റിക്രൂട്ട്മെന്റ്. ആസ് ദ എംപ്ലോയേഴ്സ് മോസ്റ്റ്ലി കോണ്ടാക്ട്, ആ ഫോർമർ എംപ്ലോയിനെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത്. They are more trusted as an internal source because they have a relationship with the company. ഇന്റേണൽ സോഴ്സ് തന്നെയല്ലേ, അവർ അത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നതാണ് അല്ലെ. ആ കമ്പനിയുമായിട്ട് അവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ അല്ലെ. 10 വർഷം നിന്നതാണ് ഞാൻ ആ കമ്പനിയിൽ. അപ്പൊ എനിക്ക് ആ കമ്പനിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദേ ആർ മോർ ട്രസ്റ്റഡ്, നല്ലൊരു വിശ്വസ്തനായിരിക്കും അല്ലെ. ട്രസ്റ്റഡ്, വിശ്വാസം ഉണ്ടായിരിക്കും. ആസ് ആൻ ഇന്റേണൽ സോഴ്സ് ബിക്കോസ് ദേ ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി, കമ്പനിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാം. മെനി ഓഫ് ദ, ഇത് ആരൊക്കെ ആകാം, റിട്ടയർഡ് എംപ്ലോയീസ്, റിട്ടയർഡ് ചെയ്ത എംപ്ലോയീസ് ആവാം. അപ്പൊ നമ്മൾ എന്താ പറയാ, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരില്ലേ, അങ്ങനെയുള്ളവരാകാം. മേ ബി ഇൻട്രസ്റ്റഡ് ടു റിട്ടേൺ ടു വർക്ക് ഓൺ എ പാർട്ട് ടൈം ബേസിസ്. ഇനി എന്താ, നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാകാം അല്ലേ. നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു, നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം പാർട്ട് ടൈം 2 മണിക്കൂർ ജോലി ചെയ്യാം, അതിന് എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള പാർട്ട് ടൈം ബേസിൽ എന്താണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള, അങ്ങനെ താല്പര്യമുള്ളവരാകാം. ഓർ മേ then propose someone who would like to work for the organization. അല്ലെങ്കിൽ ആരെ പ്രപ്പോസ് ചെയ്യാൻ, നമുക്ക് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകള് അല്ലെ, അവരെ നമുക്ക് എന്താ പറയാ, അവരെ വേണമെങ്കിലും നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റും. അറ്റ് ടൈം, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, ആരൊക്കെ ആകാം എന്നുള്ളത്. 3 പറഞ്ഞേക്കണേ, റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആകാം, അല്ലെങ്കിൽ പാർട്ട് ടൈം ബേസിൽ ആ സ്ഥാപനത്തിലേക്ക് മടങ്ങി വരാൻ, അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുള്ള ആളുകളാകാം, അല്ലെങ്കിലോ someone who would like to work for the organization, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാകാം.
At the time, people who have left the company for upbringing their family or to complete college education are exited to return the work after fulfilling their individual objectives. ഇനി നമ്മുടെ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് ആവാൻ പല കാരണങ്ങളുണ്ടാവും അല്ലെ. അറ്റ് എ ടൈം പീപ്പിൾ ഹു ഹാവ് ലെഫ്റ്റ് ദ കമ്പനി ഫോർ അപ്ബ്രിങ്ങിങ് ദെയർ ഫാമിലി, ഇനി ഫാമിലിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കുറച്ചും കൂടി നമുക്ക് ഫാമിലിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ടു കംപ്ലീറ്റ് കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവാം. നമ്മൾ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ പെട്ടെന്ന് ഒരു ജോലി കിട്ടി, നമ്മൾ പോയി. അപ്പൊ എന്താ പറയാ, നമുക്ക് കുറച്ചുകൂടി ഹയർ പഠനം വേണമെന്ന് ഒരു ഇത് വരുവാണെങ്കിൽ നമുക്ക് നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് പോരാം. അതാണ് നമ്മുടെ ഒരു കാരണം അല്ലെ. നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പഠിക്കണം. അങ്ങനെയുള്ളവര് എന്താണ് എക്സൈറ്റഡ് ടു റിട്ടേൺ ടു വർക്ക് ആഫ്റ്റർ ഫുൾഫില്ലിംഗ് ദെയർ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്. അവരുടെ ലക്ഷ്യങ്ങൾ നേടിയതിനു ശേഷം ഇനി വേണമെങ്കിൽ ആ കമ്പനിയിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കാം അല്ലെ. അന്ന് എന്തിനായിരുന്നു പോയത്? നമ്മുടെ കോളേജ് ഇത് പഠനം പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടാ. അപ്പൊ ഞാൻ 10 വർഷം നിന്നു, അല്ലെങ്കിൽ വേണ്ട 10 വർഷം ആകുമ്പോ പിന്നെ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ജോലി കിട്ടി, ഞാൻ ആ സ്ഥാപനത്തിൽ കയറി. അത് കഴിഞ്ഞപ്പോഴായിരിക്കും എനിക്കത് കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി പഠിക്കണം എന്നുള്ള വരുമ്പോ ഞാൻ കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോ എന്റെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഞാൻ. അപ്പൊ എനിക്ക് കമ്പനിയിലേക്ക് തിരിച്ചു വരാലോ അല്ലേ. കോളേജ് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിട്ട് കമ്പനിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാകാം. Then individual who have left the job earlier for other jobs may interested to return for a high salary package. ഇനി എങ്ങനെയുള്ളവരാകും? ഇൻഡിവിജ്വൽ who are left the job, നേരത്തെ ജോലിയിൽ പോയവര് ഫോർ അതർ ജോബ്, മറ്റുള്ള ജോലിക്ക് നേരത്തെ ജോലിന്ന് പോയവര് അവര് ചിലപ്പോ താല്പര്യം കാണിക്കാം കമ്പനിയിലേക്ക് മടങ്ങി വരാൻ. എങ്ങനെ? ഫോർ എ ഹൈ സാലറി പാക്കേജ്, നല്ല സാലറി പാക്കേജ്. ഞാൻ അവിടെ കമ്പനിയിൽ ജോലി ചെയ്തപ്പോ എനിക്ക് മന്ത്ലി 20,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് കൂടി ബെറ്റർ ആയിട്ടുള്ള കമ്പനിയിലേക്ക് പോയി. എന്നിട്ട് കുറച്ച് ആളവർ വർക്ക് ചെയ്തപ്പോ കേൾക്കാണ് നമ്മുടെ കമ്പനി, പണ്ട് നിന്ന കമ്പനി നല്ലോണം വികസിച്ചു, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് വന്നപ്പോ സാലറി നേരെ 40,000 രൂപ ആക്കി തന്നു. അപ്പൊ എനിക്ക് എന്ത് തോന്നാം? പഴയ കമ്പനിയിലേക്ക് തിരിച്ചു വരാൻ തോന്നാൻ പാടില്ലേ അല്ലെ. അന്ന് 20,000 രൂപ ഉണ്ടാകും, പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഡബിളായ സാലറി 40,000 രൂപ ആയപ്പോ എന്താ അവര് താല്പര്യം കാണിക്കാം ആ സാലറി പാക്കേജ് കണ്ടിട്ട് അല്ലെ. എന്നാണ് അവിടെ പറഞ്ഞേക്കണേ. Individual who had left the job earlier for the other jobs, നേരത്തെ മറ്റു ജോലിയിലേക്ക് പോയവരാവാം. കണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് ചിലപ്പോ എന്താണ് അവിടുത്തെ നല്ല സാലറി പാക്കേജ്, അല്ലെങ്കിൽ സാലറി കൂട്ടിയെന്ന് അറിയുമ്പോൾ അവര് വേണമെങ്കിൽ തിരിച്ച് ആ കമ്പനിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കാം. ഇതെല്ലാം നമുക്ക് എന്താ ഫോർമർ എംപ്ലോയീസ് പറയാം കേട്ടോ. Then okay, use of job for attracting replace or others who had worked earlier in the organization. Use of job sharing and flexi time program can be beneficial. അപ്പൊ ഇങ്ങനെയുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ജോബ് ഷെയറിംഗ് കൊടുക്കാം. അതായത് ഒരു വലിയൊരു ജോലി നമുക്ക് ഷെയർ ചെയ്യാം. ജോബ് ഷെയറിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് ഷെയർ ചെയ്ത് കുറച്ച് കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ ഓരോരുത്തർക്കും കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വലിയ റിസ്ക് ഇല്ല അല്ലെ. അങ്ങനെ ആവാം. അല്ലെങ്കിലോ നമുക്ക് ഫ്ലെക്സി ടൈം പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ? ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി, അത് വേണ്ട 5 മണിക്കൂർ ജോലി ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്യാം. അങ്ങനെ പറയുമ്പോഴേ നമ്മൾ താല്പര്യമാവില്ലേ അല്ലെ. ഇപ്പൊ 8 to 10 8 to എത്രയാണ് 11 മണി വരെ കയറണം ജോബ് വർക്കിംഗ് അവേഴ്സ് അങ്ങനെയാന്ന് പറയുമ്പോൾ ചിലപ്പോ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് വേണ്ടാന്ന് വെക്കും അല്ലെ. എന്നാൽ നമ്മളോട് പറയാണ് എപ്പോഴെങ്കിലും 3 മണിക്കൂർ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ അതിലേക്ക് ഇൻട്രസ്റ്റ് ആവൂല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ളവരെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. പ്രിപ്പയർഡ് ആയിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് ആ കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്തു, അപ്പൊ ചിലപ്പോ നമുക്ക് രാവിലെ വരാനുള്ള ബുദ്ധിമുട്ട്, ട്രാവലിംഗ് കൂടുതലാണ്, ആ സമയത്ത് എത്താൻ പറ്റൂല. അപ്പൊ 10 മണിക്ക് ഷാർപ്പ് 8 മണിക്ക് പഞ്ചിങ് ആണ്, 8 മണിക്ക് കയറണം. നമ്മൾ എങ്ങനെ വീട്ടിൽ നിന്ന് വിചാരിച്ചാലും നമുക്ക് ചിലപ്പോ പോരാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സ്ഥിതി ആണെങ്കിൽ നമ്മളെ ചിലപ്പോ അത് വേണ്ടാന്ന് വെക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരുവാണ്, നമ്മളോട് പറയാണ് ഇപ്പൊ 10 മണി ടു അപ്പൊ എക്സ്ട്രാ നിന്നാൽ മതിയാവും. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഫ്ലെക്സി ടൈം എന്നാ പറഞ്ഞത്, ഫ്ലെക്സിബിൾ ടൈമായി, അപ്പൊ നമ്മൾ താല്പര്യം കാണിക്കുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് വരുമ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് എന്താ പറയാ അട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ഥാപനത്തിലേക്ക് ഫോർമർ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. Then recruiting former employees beneficial in the sense that the organization already know about their work ethics. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിക്കണേ? എന്തുകൊണ്ടാണ് ഈ ഫോർമർ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്? എന്താ അവർക്ക് ഒരു ബെനിഫിഷ്യൽ എന്താണ് ഒരു കമ്പനീനെ സംബന്ധിച്ച ഒരു പ്രയോജനം എന്ന് പറയുന്നത്? എന്താ, അവര് അത്രയും വർഷം നിന്നതല്ലേ ജോലിക്ക്, അപ്പൊ അവരെ കുറിച്ച് സ്ഥാപനത്തെ അറിയാം, ആ സ്ഥാപനത്തെ കുറിച്ച് അവർക്ക് അറിയാൻ പറ്റും അല്ലെ. പുതിയതായിട്ട് ഒരു ജോലി ഒരാള് ഒരു കാൻഡിഡേറ്റ്സ് ആ ജോലിയിലേക്ക് വന്ന് അവിടുത്തെ പുതിയ കാര്യങ്ങള് ഇതൊക്കെ മാർക്കറ്റിക്സ് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, അതാ പറഞ്ഞേ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വന്ന് പഠിക്കുമ്പോ കമ്പനിക്ക് നഷ്ടമാണ്. എന്നാൽ നേരത്തെ വർക്ക് ചെയ്ത ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലെ, ഓൾറെഡി അവര് വർക്ക് ചെയ്ത അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് പറഞ്ഞേക്കണേ. അപ്പൊ അങ്ങനെയുള്ള റിട്ടയർഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റേ കമ്പനിയുടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, വിദ്യാഭ്യാസ കാരണം അല്ലെങ്കിൽ ഫാമിലിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യാൻ കമ്പനി ഇൻട്രസ്റ്റ് കാണിക്കും. കാരണം എന്താ, അവർക്ക് അങ്ങനെയുള്ള ഫോർമർ എംപ്ലോയീസിന് കമ്പനിയുടെ എന്താ അറിയാൻ പറ്റും, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കാര്യം പോളിസീസ് ഒക്കെ അറിയാൻ പറ്റും അല്ലെ. അവർക്കുടെ വർക്ക് എത്തിക്സിനെ കുറിച്ച് അറിയാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതാണ് റിട്ടയർഡ് ആയിട്ടുള്ളവരെ വേണമെങ്കിൽ വിളിക്കാം. ഏജിൽ അവര് വ്യത്യാസം ഉണ്ടെങ്കിലും എന്താ പറയാ, എല്ലാ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ എന്താ അവര് അവിടെ ജോലി ചെയ്യാൻ അവര് ഫിസിക്കലി അവര് ഓക്കെ ആണെങ്കിൽ അല്ലെ, അവര് ഓക്കെ ആണെങ്കിൽ കമ്പനിക്ക് അവരെ തന്നെ റിക്രൂട്ട് ചെയ്യാം. അതാണ് ഫോർമർ എംപ്ലോയി എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഫോർമർ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന എന്താണ് ബെനിഫിഷ്യൽ, ആ ഓർഗനൈസേഷനെ കുറിച്ച് അല്ലെ, അവരുടെ വർക്ക് എത്തിക്സിനെ കുറിച്ച് ഒക്കെ ഓർഗനൈസേഷന് അറിയാൻ പറ്റും. Recruiting former employee is beneficial in the sense that the organization already know about their work ethics. അവരുടെ ജോലിയെ കുറിച്ച് കാര്യങ്ങള് അവരെ കുറിച്ചൊക്കെ ഓർഗനൈസേഷനും അറിയാം, തിരിച്ച് എംപ്ലോയീസിനും അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്താണ് പ്രീവിയസ് ആപ്ലിക്കൻസ്. പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ആരാ? മുമ്പുള്ള അപേക്ഷകര്. ഇപ്പൊ ഞാനേ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോ അവരിങ്ങനെ ഇന്റർവ്യൂ കാര്യങ്ങൾ നടത്തുമ്പോ എന്തെങ്കിലും ചെറിയൊരു ഇപ്പൊ 5 വർഷം എക്സ്പീരിയൻസ് പറഞ്ഞ് എനിക്ക് അത്രയും ചിലപ്പോ ഉണ്ടായിരുന്നു വരും. ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇപ്പൊ 2 വർഷമേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് എന്നെ അവര് മാറ്റിയെന്ന് വിചാരിക്കാം. അപ്പൊ പെട്ടെന്ന് ഒരു ജോബ് വേക്കൻസി വരികയാണെങ്കിൽ എന്നെ ഓൾറെഡി അവർ ഇന്റർവ്യൂ ചെയ്ത് വെച്ചതല്ലായിരുന്നു അന്ന് അല്ലെ. അപ്പൊ എന്നെ വിളിക്കുകയാണെങ്കിലോ പിന്നെ അവർക്ക് വീണ്ടും ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമോ? എളുപ്പമല്ലേ? ഓൾറെഡി ഞാൻ എന്റെ അപ്പൊ നമുക്ക് നോക്കിയറിയാം. വോയിസ് ബ്രേക്കിംഗ് ആവണ്ടോടാ? അനക്കില്ല എന്നിട്ടുണ്ട്. എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അടുപ്പിച്ചിപ്പോ 3ാമത്തെ ക്ലാസ് ആയിട്ടായിരുന്നേ. 2-3 ദിവസമായിട്ട് ഇങ്ങനെ ക്ലാസ് ഉണ്ട്, തൊണ്ടവേദന ഉണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും സൗണ്ട് കുറവാകുന്നുണ്ടോ? ഞാൻ മാക്സിമം സൗണ്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ചിലപ്പോ ഇനി നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ. ഇടയ്ക്ക് കട്ടായി എന്ന് പറഞ്ഞ കുട്ടി. അപ്പൊ പ്രീവിയസ് അപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പുള്ള അപേക്ഷകര് കേട്ടോ. അതായത് നേരത്തെ നമ്മൾ കമ്പനിയിൽ എല്ലാ ആപ്ലിക്കേഷൻസ് ഒക്കെ സമർപ്പിച്ച ആൾക്കാരുണ്ടാവില്ലേ? ഒരു ജോലിക്ക് 5 പേരെന്ന് പറഞ്ഞാൽ ചിലപ്പോ 50 പേര് ആപ്ലിക്കേഷൻ ഫോം തന്നിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ കുറച്ച് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറച്ച് പേരെ ആയിരിക്കും അതിലേക്ക് റിക്രൂട്ട് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ളവരില്ലേ? അതാണ് നേരത്തെ കമ്പനിയിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ജോലി കിട്ടാതെ പോയിന്ന് വരാം. അതാ ഞാൻ പറഞ്ഞേ, എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം. ചിലപ്പോൾ അവർ എക്സ്പീരിയൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ്
കുറവായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നു, അങ്ങ് മാറ്റും. അത് നല്ല ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരാകുമ്പോഴും പെട്ടെന്ന് ഒരു വേക്കൻസി വരികയാണ് അവിടേക്ക്. അങ്ങനെയുള്ളവരാണെങ്കിൽ നേരത്തെ ആപ്ലിക്കേഷൻ തന്നവരോ അല്ലെങ്കിൽ വോക്കിംഗ് ഇന്റർവ്യൂസ് കഴിഞ്ഞവരെയൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് ജോലി കൊടുക്കാം. അതാണ് പെട്ടെന്നല്ലേ. ഇനിയിപ്പോ ഒരാൾക്ക് പെട്ടെന്ന് ഒരു വല്ല ആക്സിഡന്റ് പറ്റി തീരെ വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വേക്കൻസി അങ്ങനെ ഇടാൻ പറ്റില്ല അല്ലെ. അപ്പൊ പെട്ടെന്ന് ഫില്ല് ചെയ്യേണ്ടത് വരും. അപ്പൊ കമ്പനിക്ക് എളുപ്പമാണ് പ്രീവിയസ് ആപ്ലിക്കൻസിനെ വിളിക്കുന്നത്. നോക്കിയേ പാരഗ്രാഫ് നോക്കിയേ. Both internal sources and individual who have previously applied for the job can be reached again. കണ്ടോ, ഒരു പ്രത്യേക ജോലിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരാണ് പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. Individuals who have previously applied for the job can be reached again. അവര് മടങ്ങി വരുന്നത്. It is a fast and cheap way to fill up unpredicted or unexpected job vacancy. അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഇറ്റ് ഇസ് ദ ഫസ്റ്റ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റൂലേ, ഓൾറെഡി ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവരാണ്, പെട്ടെന്നാണ്, ചീപ്പാണ്. ഇനി ഇന്റർവ്യൂ ചെയ്യാനുള്ള വേണ്ട പൈസ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതാണ് ചീപ്പ് വേ ആണ്, ഫാസ്റ്റ് ആൻഡ് ചീപ്പ് വേ. എന്തിനു വേണ്ടി? ടു ഫിൽ അൺപ്രെഡിക്റ്റഡ്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാത്ത, നമ്മൾ പെട്ടെന്ന് വരുന്നത്, അൺഎക്സ്പെക്റ്റഡ് ഓർ അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാത്ത ജോബ് വേക്കൻസി വരികയാണെങ്കിൽ, കമ്പനിയിൽ പ്രതീക്ഷിക്കാത്ത ജോബ് വേക്കൻസി വരികയാണെങ്കിൽ അതിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ചീപ്പായിട്ടുള്ളതോ ഫാസ്റ്റ് ആയിട്ടുമുള്ള ഒരു മാർഗമാണ് പ്രീവിയസ് ആപ്ലിക്കൻസിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. അണ്ടർലൈൻ ചെയ്തോട്ടെ സെന്റൻസ്. Candidates who have attended walk-in may also be considered. അത് walk-in interview ഇല്ലേ, അത് കഴിഞ്ഞവരെയും കൺസിഡർ ചെയ്യാം. Earlier walk-ins are likely to be more appropriate for filling unskilled and semi-skilled job. ഇനി നമ്മൾ നേരത്തെ അവിടെ എന്താ പറയാ ഇന്റർവ്യൂ കഴിഞ്ഞവരൊക്കെ ഇല്ലേ, വോക്കിൻ ഇന്റർവ്യൂസ് കഴിഞ്ഞവരൊക്കെ, അവര് നമ്മള് എന്താ ഒരു ചെറിയൊരു കാരണം കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോ വേണ്ടാന്ന് വെച്ചതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് കൂടുതൽ അപ്രോപ്രിയേറ്റ്, അനുയോജ്യമാണ്. എന്തിന്? ഫോർ ഫില്ലിംഗ് അൺസ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡ് ജോബ്. ചിലപ്പോ എന്താ പറയാ അധികം സ്കില്ല് വേണ്ടായിരിക്കും, അധികം കഴിവൊന്നുമില്ല, അത് ഇച്ചിരി താഴ്ന്ന ജോലി അല്ലെങ്കിൽ താഴ്ന്ന പൊസിഷന്. ചിലപ്പോ അന്ന് നമ്മള് എന്താ പറയാ ഇന്റർവ്യൂ ചെയ്തത് ചിലപ്പോ ഉയർന്ന പൊസിഷനിലേക്ക് ആയിരിക്കും. അപ്പൊ അതിന്റെ ജസ്റ്റ് താഴെയുള്ള ഒരു പൊസിഷൻ, അത്രയും സ്കിൽഡ് ഒന്നും വേണ്ടാത്ത അല്ലെങ്കിൽ സെമി സ്കിൽഡ്, പകുതി സ്കില്ലുകള്, കുറച്ച് കഴിവുകളും കൊള്ളവര് മതി, ആ ജോലിക്ക് മതിയെങ്കിൽ നമുക്ക് വേഗം തന്നെ അവരെ സെലക്ട് ചെയ്തൂടെ അല്ലേ? അതാണ് പറഞ്ഞേക്കണേ കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഫേം വിച്ച് റിക്വയർഡ് 2 കോസ്റ്റ് അക്കൗണ്ടൻസ്. 2 കോസ്റ്റ് അക്കൗണ്ടൻസിനെ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ മേ കോണ്ടാക്ട് ദ പ്രീവിയസ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസ്. മുമ്പ് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ കമ്പനിക്ക് കോണ്ടാക്ട് ചെയ്യാം. This particular action can fulfill the needs to firm. In turns, will also help those individuals who are dissatisfied with their present job at another organization. കണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പ്രത്യേക നടപടി നമുക്ക് ഈ എന്താ പറയാ, ഇപ്പൊ ഞാനേ ഒരു കമ്പനിയിൽ എന്താ പറയാ ജോലിക്ക് ഇങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് എല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്ക് അവിടെ ഈ എന്തെങ്കിലും എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത്ര ഇല്ലാത്തതിന്റെ പേരിൽ എന്നെ അവര് മാറ്റികളെന്ന്, റിക്രൂട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇഷ്ടമില്ലാത്ത വേറൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു കേട്ടോ. ഞാൻ വേറൊരു കമ്പനി ജോയിൻ ചെയ്തു. അപ്പോഴങ്ങനെ അവിടെ അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. ഈ കമ്പനിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നു, ഇവിടുത്തെ ജോലി എനിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാവരും ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പേരിലാണ് എനിക്ക് വേറെ കമ്പനിയിലേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴായിരിക്കും ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് ആ കമ്പനിയിൽ ഒഴിവ് വന്നിട്ട് എന്നെ ഓൾറെഡി നേരത്തെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അപ്പൊ എന്നെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഈ നമ്മുടെ ആ പഴയ കമ്പനി, ഞാൻ ഇഷ്ടപ്പെട്ട ആ കമ്പനിയിലേക്ക് മടങ്ങി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യൂലേ ഇല്ലേ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന ആ ഒരു സെന്റൻസില്,
അതായത് ഈ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രത്യേകം അൺഎക്സ്പെക്റ്റഡ് ഓർ അൺപ്രഡിക്റ്റഡ് വേക്കൻസി ഇങ്ങനെ വരുമ്പോൾ പ്രീവിയസ് ആപ്ലിക്കൻസിനെ കമ്പനി വീണ്ടും അതിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വിളിക്കുമ്പോൾ എന്താണ് ആ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും, അതായത് അത് അവിടുത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ. അതായത് മറ്റൊരു സ്ഥാപനത്തിൽ ഇപ്പോ നമ്മളെ ഇഷ്ടമല്ലാതെ ചെയ്യുന്ന ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് പ്രസന്റ് ജോബില് വേറൊരു സ്ഥാപനത്തില് ഇപ്പൊ നിലവിലുള്ള ജോലിയില് അസംതൃപ്തരായിട്ടുള്ള ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ എന്താണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സഹായിക്കും അല്ലേ. ഇതാണ് ആ സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള പ്രവർത്തിക്കാൻ ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഫേമിന്റെ ആവശ്യകതകള്, ഓർഗനൈസേഷന്റെ ആവശ്യകതകള് അത് ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഇൻ ടേൺസ് വിൽ ഓൾസോ ഹെൽപ് ദോസ് ഇൻഡിവിജ്വൽ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ are dissatisfied with the present job at another organization, വേറൊരു സ്ഥാപനത്തിൽ പോയി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്ന അതിൽ അസംതൃപ്തരായിരിക്കുന്ന ഇൻഡിവിജ്വലിനെ ഈ സ്ഥാപനത്തിലേക്ക് മടങ്ങി വരാൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത് അവിടെ? ഏതൊക്കെയാ ഇന്റേണൽ സോഴ്സസ് ഏതാ പറഞ്ഞേ? ഫസ്റ്റ് ഏതാ പറഞ്ഞേ? ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ, ആ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ജോലിക്കാരെ തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഒരു വേക്കൻസി വരികയാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സ്. പുറത്തെങ്ങും ആളെ അന്വേഷിക്കില്ല, ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ അതിന് വരുന്നതാണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫർ പ്രൊമോഷൻ അത് നോക്കാം. പിന്നെ രണ്ടാമതാണ് ജോബ് പോസ്റ്റിംഗ്, അതായത് ആ കമ്പനിയുടെ തന്നെ ഇങ്ങനെ പ്രത്യേകം ഇടങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലേ എംപ്ലോയി ലോഞ്ചസ്, കഫറ്റീരിയ, എലിവേറ്റർ, ഇവിടെയൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് അങ്ങ് വെക്കാം. അപ്പൊ അത് കണ്ടിട്ട് ആ കമ്പനിയിലുള്ളവർക്ക് തന്നെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഉണ്ടോ? അത് ഈസിയസ്റ്റ് ആണ്, മോസ്റ്റ് കോമൺലി മെത്തേഡ് ആണ് എംപ്ലോയറിന് എംപ്ലോയിനെ കണ്ടുപിടിക്കാൻ. പിന്നെ മൂന്നാമത്തെ എംപ്ലോയി റെഫറൽ, എംപ്ലോയീസ് അവിടെ നിലവിലുള്ള ജീവനക്കാര് തന്നെ റെഫർ ചെയ്യാണ് നമ്മുടെ റിലേറ്റീവ്സിനെയോ ക്ലോസ് ഫ്രണ്ട്സിനെയോ ഒക്കെ എന്താണ് ഇത് ചെയ്യാണ്. പക്ഷെ അതിനൊരു അഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ, അല്ല സോറി ഡിസഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ നമ്മള്. അത് ഫേവറിസം പ്രോത്സാഹിക്കും. എന്റെ ഫേവർ ആയിട്ടുള്ളവരെ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ അല്ലെ, ഞാൻ പറയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരോ കാസ്റ്റിലുള്ളവരെയൊക്കെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ അവരെന്താ ആ ജോലിക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. അതാണ് അവിടെ നമ്മൾ പറഞ്ഞ എംപ്ലോയി റെഫറൻസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അണ്ടർലൈൻ ചെയ്തുകൊണ്ടാകാം. പിന്നെ ഫോർമർ എംപ്ലോയി അറിയാലോ, മുമ്പുള്ള എംപ്ലോയീസിനെ നമ്മൾ വിളിക്കുകയാണ്. പിന്നെയാണ് പ്രീവിയസ് ആപ്ലിക്കൻസ്, മുന്നേ ആപ്ലിക്കേഷൻ തന്നവരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഒഴിവ് വരുമ്പോൾ നമ്മൾ മുമ്പ് ആപ്ലിക്കേഷൻ തന്നവരെ റിക്രൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഇത്രയും ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്റേണൽ സോഴ്സസ് പറഞ്ഞു, അത് അതിനകത്ത് വരുന്നത്. ഇനി എന്തൊക്കെയാണ് പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വരുന്നത്? എന്തൊക്കെയാണ് മെറിറ്റ്സ്? ഇങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ എംപ്ലോയീസിനെ നമ്മൾ നിർമ്മിക്കുമ്പോൾ എന്താണ് അതിന് വരുന്ന ഒരു മെറിറ്റ് നോക്കി? ഒന്നാമത്തെയാണ് ഫെമിലിയാരിറ്റി. എന്താണ്? നമുക്കൊരു പരിചയമുണ്ട്, അതാണ് ഒന്നാമത്തെ. ഏതാണ് മെറിറ്റ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതിന്റെ മെറിറ്റ് എന്താണ്? ഫെമിലിയാരിറ്റി, പരിചയമുണ്ട്. നോക്കിയേ, ദ ഓർഗനൈസേഷൻ and its members also know each other very well. അവർക്ക് പരസ്പരം അറിയാൻ പറ്റുമല്ലോ. സ്ഥാപനത്തിന് എംപ്ലോയിനെ അറിയാം, അതിന്റെ ഉള്ളിൽ തന്നെയല്ലേ സെലക്ട് ചെയ്യുന്നത് അവര് റിക്രൂട്ടിന്. ആ എംപ്ലോയീസിനെ അറിയാം, ആ എംപ്ലോയിക്ക് ആ തൊഴിലാളിക്ക് സ്ഥാപനത്തെ അറിയാം. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? പുറമേന്ന് ഒരാളാണെങ്കിൽ കമ്പനി ആദ്യമായിട്ടായിരിക്കും അല്ലെ, വലിയ പരിചയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എന്താണ്? ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിന് ആ മെമ്പേഴ്സിനെ അറിയാം, മെമ്പറിന് ആ സ്ഥാപനത്തിനെ നന്നായിട്ട് അറിയാം. ദ ഓർഗനൈസേഷൻ അവെയർ ഓഫ് ദ കേപ്പബിലിറ്റി ആൻഡ് സ്കിൽ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആസ് ദേ ആർ ഇൻസൈഡേഴ്സ്. ഇൻസൈഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന് അവരുടെ കാപ്പബിലിറ്റി, സ്കില്ല് ഇതൊക്കെ അറിയാൻ പറ്റൂലേ? കാൻഡിഡേറ്റ്സിന്റെ കഴിവും സ്കില്ലും അറിയാൻ പറ്റൂലേ?
അല്ലേ? ദേ ആരാണ് ഇവിടെ? അനക്ക. അനക്കയല്ലേ നമ്മുടെ എന്താ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണില്ലേ? അനക്ക് നല്ല മിടിക്കുക കേട്ടോ, നമുക്ക് കുഴപ്പമില്ല. ആ പോസ്റ്റിലേക്ക് നമുക്ക് ആ അനക്കേനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ എന്താ പറയാ, ആ സ്ഥാപനത്തിൽ അനക്കേനെ അറിയാൻ പാടില്ലേ? അനക്ക ഓൾറെഡി അവർക്ക് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി തന്നെയല്ലേ, അല്ലേ? അതാണ് പരിചയം എന്ന് പറയുന്നത്. പുതിയ ഒരാളെയാണ് പുറത്തുനിന്ന് നമ്മൾ എടുക്കണമെങ്കിൽ അയാളെ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല കമ്പനിക്ക്. അത് ഒന്നാമത്തെ. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിലോ, എംപ്ലോയി ആർ ഓൾസോ അവെയർ ഓഫ് വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് ദ വേക്കന്റ് ജോബ്. കണ്ടോ? പിന്നെ തിരിച്ച് അനക്കം ഒന്ന് ആലോചിച്ച് വെക്കുക. എനിക്ക് അറിയാൻ പറ്റല്ലേ, ഈ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്ത കമ്പനി അവിടുത്തെ വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, അല്ലെ? ആൻഡ് റിക്വയർമെന്റ്സ് വേക്കന്റ് ജോബ്, ആ വേക്കന്റ് ജോബില് ഉള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ്, ഇതുള്ളതൊക്കെ അനക്കും അറിയാം. രണ്ടുപേരും പരിചിതരാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ടൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? പെട്ടെന്ന് കഴിഞ്ഞില്ലേ എക്സാമ്പിൾ പറഞ്ഞപ്പോ? എംപ്ലോയിക്ക് എന്താണ്, അല്ലെങ്കിൽ എംപ്ലോയിക്ക് ആ വർക്ക്, ആ ഓർഗനൈസേഷനെ കുറിച്ചും ആ ജോബിന്റെ വേക്കന്റ് ജോബിന്റെ റിക്വയർമെന്റ്സിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. നേരെ തിരിച്ച് ഓർഗനൈസേഷന് ആ എംപ്ലോയിനെ കുറിച്ച്, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. രണ്ടുപേരും പരസ്പരം പരിചിതരാണ്. അടുത്ത് നോക്കിയ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. ഇന്റേണൽ ടാലന്റ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന്. എന്താണ് അങ്ങനെ പറയണേ? ഓക്കെ, dependence on internal recruitment make it possible for the company to use the competence of its employees in better manner. അത് competence എന്ന് വെച്ചാൽ അവരുടെ കഴിവുകള്. എന്താ പറയാ, ആ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് നമുക്ക് ആ കമ്പനിയിലെ എംപ്ലോയീസിലെ അവരുടെ കഴിവുകളെ നല്ല രീതിയിൽ പ്രയോജനപ്രദമാക്കാൻ കഴിയും. കേട്ടോ? കമ്പനിക്ക് എംപ്ലോയറിന്റെ കഴിവുകള് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. For example, okay, some extraordinary employees may be deserving of promotion, or certain people might perform better if they switch to other job. അതായത് ഇപ്പൊ എനിക്കിവിടെ എന്താ പറയാ, ഇപ്പൊ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ എന്റെ വേറൊരു പൊസിഷനിലേക്ക് ഇട്ടായിരുന്നേ. ഇവിടെ ടീച്ചിങ്ങിന്റെ ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ ഇവിടെ വേറെ ഏതെങ്കിലും ഓഫീസിലെ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ആയിരിക്കും ഇട്ടേക്കണേ. പക്ഷെ എനിക്ക് ടാലന്റ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കഴിവുള്ളതൊക്കെ ടീച്ചിങ് ആയിരുന്നു. പക്ഷെ ഇവിടെ വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് അവരതിലേക്ക് പോസ്റ്റിൽ ഇട്ടു. അപ്പൊ എനിക്ക് ചിലപ്പോൾ അവിടെ എനിക്ക് അധികം പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്താ പറയാ, നമുക്ക് ആ ഇങ്ങനെ എന്നെ അപ്പൊ അവിടെ ടീച്ചിങ്ങിന്റെ ഒഴിവ് വന്നപ്പോ പെട്ടെന്ന് അവര് എന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് എന്നെ പ്രൊമോട്ട് ചെയ്തപ്പോൾ കണ്ടോ, ആ എക്സ്ട്രാ ഓർഡിനറി. അപ്പൊ ഞാനിപ്പോ ഓൾറെഡി അവിടെ ചെയ്യുമ്പോ എന്താ അവർക്ക് ചിലപ്പോ എന്താ പറയാ, എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ടീച്ചിങ്ങിൽ നല്ല കഴിവുണ്ട് കേട്ടോ, ആ കുട്ടി അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ചിലപ്പോ അങ്ങനെ ഇപ്പൊ നിൽക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ എന്താ ആ പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ പറ്റുക, അപ്പോ എനിക്ക് ആ ജോബില് എന്ത് ചെയ്യാൻ പറ്റും, നല്ലോണം എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റൂലേ? അപ്പൊ എന്റെ കഴിവുകൾ മാക്സിമം ആ കമ്പനി യൂട്ടിലൈസ് ചെയ്തില്ലേ? അല്ലേ? നമുക്ക് അതിന് എലിജിബിൾ ആണ്. ആ കുട്ടി ആ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാനായിട്ട് എലിജിബിൾ ആണ്. അങ്ങനെ അർഹതയുള്ള കാൻഡിഡേറ്റ്സിനേക്കും നമ്മൾ പ്രൊമോഷനൊക്കെ കൊടുത്ത് ചില ജോലിയിലേക്ക് മാറ്റിയാല് അവര് പഴയതിനേക്കാളും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റും അവർക്ക്, അല്ലേ? അതാണ് അവർക്കുടെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ജോൺസിക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടി. ജോൺസി അവിടെ ചെല്ലുമ്പോ എന്താ ഒരു ജോലി തന്നു. പക്ഷെ അതിലത്രയും പറ്റുള്ള കുറച്ചുകൂടി ആ ജോലി ചെയ്യുമ്പോ അവര് നോക്കുമ്പോ ജോൺസിയിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ട്, കുറച്ചുകൂടി നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അതനുസരിച്ച് അർഹത കേട്ടോ, ഡിസേർവിംഗ് എന്ന് പറഞ്ഞാൽ അർഹതയുള്ളത്. ആ ജോലിക്ക് പ്രൊമോഷൻ ആ കുട്ടി അർഹതയുണ്ട്. ജോൺസി പ്രൊമോഷൻ അർഹതയുണ്ട്. എന്തുകൊണ്ടാ? എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ട്. അത്രയും കഴിവല്ല ജോൺസിക്കുള്ളൂ, എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ട്. അപ്പൊ ആ കുട്ടി പ്രൊമോഷന് അർഹതയുണ്ട്, ഡിസേർവിംഗ്.
DESCRVING. ആ കുട്ടി പ്രൊമോഷന് അർഹതയുണ്ട്. അപ്പൊ എന്താണ്, ആ ജോൺസിനെ നമ്മൾ കൊണ്ടുവന്ന് വേറെ ജോലിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ ജോൺസിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റൂലേ? മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റൂലേ? ഇല്ലേ? ഇല്ലേ ജോൺസി? അത് ജോൺസിക്ക് ഇഷ്ടമുള്ളതാണ്, അല്ലെങ്കിൽ ജോൺസിക്ക് അത്രയും കഴിവുണ്ട്. അപ്പൊ എന്താ, പഴയതിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അത്രയും കഴിവുകൾ അത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ അതാ പറഞ്ഞേക്കണേ കേട്ടോ. എന്താണ്, അർഹതയുള്ള, അതായത് പ്രൊമോഷന് അർഹതയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസ് ആണ്. സാധാരണ കഴിവുള്ള എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ട് ആ കുട്ടിക്ക്. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ, അങ്ങനെയുള്ള ചില ആളുകളെ ആ ജോലിയിലേക്ക് മാറ്റിയാല്, അവരെ പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ സ്വിച്ച് ടു അതർ ജോബ്, മറ്റു ജോലിയിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? എന്ത് ചെയ്യാൻ പറ്റും? ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റൂലേ? മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്. അടുത്തതാണ് എക്കണോമി, സാമ്പത്തികം, പൈസ. ഓക്കെ, മെറിറ്റ് ആട്ടോ. ഇന്റേണൽ റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ് ആണ് നമ്മൾ പറയുന്നത് എക്കണോമി, സാമ്പത്തികം. ഓക്കെ, the cost of the recruiting internal employee is nominal and there is no need for the company to spend a huge amount of money and time on informing and reminding its employees to apply for the job. ഇത്രയുള്ളൂ. നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നതിന് കുറെ കോസ്റ്റ് ആവൂലേ? പരസ്യങ്ങൾ കൊടുക്കണം, ഇന്റർവ്യൂവർ വേണം, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇന്റർവ്യൂവർ കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇപ്പൊ ഓർഗനൈസേഷന് പുറത്തുനിന്ന് കുറെ ആളുകളെ ആണെങ്കിൽ പുതിയതായിട്ട് അവരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെയുള്ള ഇന്റർവ്യൂ കാര്യങ്ങൾ, സെലക്ഷൻ രീതികൾ, ഇങ്ങനെയുള്ളതൊക്കെ കുറെ വേണം, കുറെ പൈസ ചെലവാവും. പക്ഷേ ആ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള എംപ്ലോയിനെ തന്നെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ ചെലവാക്കുന്നത് ലാഭിക്കാൻ പറ്റൂല കമ്പനിക്ക്, അല്ലെ? അവരെ അറിയിക്കാൻ, ഇൻഫോമിങ് ആൻഡ് റിമൈൻഡിങ് ഇറ്റ്സ് എംപ്ലോയി ടു അപ്ലൈ ഫോർ ദ ജോബ്. കണ്ടോ? അതായത് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ എംപ്ലോയീസിനെ അറിയിക്കുന്നതിന് കമ്പനിക്ക് ചെലവ് അധികം, എന്താ പറയാ, കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അറിയിക്കണ ഉള്ളിലുള്ള ആള് തന്നെയല്ലേ? അതായത് പ്രത്യേകം കോസ്റ്റ് ഒന്നും വേണ്ടി വരില്ല എന്ന്. ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ നമ്മള് ആ എംപ്ലോയിനെ, നമ്മള് ഓർഗനൈസേഷന് ഉള്ളിലുള്ള എംപ്ലോയിനെ തന്നെ നമ്മൾ ആ പോസ്റ്റിലേക്ക് ഇടുകയാണെങ്കിൽ കമ്പനിക്ക് പ്രത്യേകം ചെലവൊന്നും വരൂല. അതായത് അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ട, ഇന്റർവ്യൂ കാര്യങ്ങൾ വീണ്ടും ചെയ്യണ്ട. മനസ്സിലായോ? ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ അറിയിക്കുന്നതിനും, റിമൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക, ഇൻഫോം ചെയ്യുക, അറിയിക്കുന്നതിനും എന്താ പറയാ, ഓർമ്മപ്പെടുത്തുന്നതിനും കമ്പനിക്ക് ഒരു വലിയൊരു ചെലവ് വരുന്നത് തടയാൻ പറ്റും. കേട്ടോ? നോട്ട് നീഡ് എന്ന് പറയുന്നത് ആവശ്യമില്ല എന്നാണ്. കേട്ടോ? there is no need, ആവശ്യം വരില്ല for the company to spend a huge amount, വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കമ്പനിക്ക് ആവശ്യം വരില്ല. സാമ്പത്തികമായിട്ടും ഒരു ബെനിഫിറ്റ് തന്നെയല്ലേ, ഒരു അഡ്വാൻറ്റേജ് അല്ലേ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്? ശരിയല്ലേ? പറയണേ. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ. നോമിനൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക ചെലവൊന്നും വരൂല എന്നാട്ടോ. The cost of recruiting internal employee is nominal. നോമിനൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക കോസ്റ്റ് ഒന്നും വരുന്നില്ല. There is no need, ആവശ്യമില്ല. എന്താ? For the company to, കമ്പനിക്ക് പ്രത്യേകം പൈസ മുടക്കേണ്ട ആവശ്യം വരില്ല. എന്തിന്? ആ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ എംപ്ലോയീസിനെ ഇൻഫോം ചെയ്യാനും അവരെ ഓർമ്മപ്പെടുത്താനും വലിയൊരു പൈസയൊന്നും കമ്പനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അടുത്ത നോക്കിയേ, മോട്ടിവേഷണൽ വാല്യൂ. ലാസ്റ്റത്തെയാണ്, മെറിറ്റ് ആണ് കേട്ടോ. മോട്ടിവേഷണൽ വാല്യൂ. Employees feel motivated and they encourage through internal recruitment. Employees ne motivate ചെയ്യാം. The employees work efficiently in anticipation of getting promotion and transfer. കണ്ടോ? അതായത് എംപ്ലോയിക്ക് പ്രചോദനവും പ്രോത്സാഹനം കിട്ടും. കണ്ടോ? എംപ്ലോയി ഫീൽ മോട്ടിവേറ്റഡ് ആൻഡ് എൻകറേജ്. അല്ലെ? നമ്മളെ എൻകറേജ് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ഒരു 5 വർഷം കഴിയുമ്പോൾ അടുത്തൊരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആകും, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു മോട്ടിവേഷൻ അല്ലേ അത്?
ആന്റിസിപ്പേഷൻ എന്ന് വെച്ചാൽ പ്രതീക്ഷ എന്നാട്ടോ, പ്രതീക്ഷിച്ച. ഞാൻ പറഞ്ഞുതരാം. പിന്നെ നോക്കിയേ, എംപ്ലോയി ഫീൽ മോട്ടിവേറ്റഡ്. എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു? അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു. ആൻഡ് എൻകറേജ്, പ്രോത്സാഹനം കൊടുക്കുന്നു ത്രൂ ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ. അത് നോക്കിയേ, ദ എംപ്ലോയി വർക്ക് എഫിഷ്യന്റ്ലി. എംപ്ലോയിക്ക് കാര്യക്ഷമമായി വർക്ക് ചെയ്യാൻ പറ്റും. ഈ ആന്റിസിപ്പേഷൻ എന്ത്? പ്രതീക്ഷിച്ച്. എന്ത് പ്രതീക്ഷിച്ച്? ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. പ്രതീക്ഷിച്ച് എന്ത് പ്രതീക്ഷിച്ച? ഓഫ് ഗെറ്റിംഗ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫറും പ്രൊമോഷനും ഒക്കെ പ്രതീക്ഷിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് എഫിഷ്യന്റ്ലി, കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുക. ഒരു മോട്ടിവേഷൻ അല്ലേ? ഇപ്പൊ നമ്മളോട് പറയാണ്, ഒരു വർക്ക് തന്നു കേട്ടോ, ആ വർക്ക് എന്നിട്ട് പറയാണ്, ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഇത്രയും സ്കോർ ചെയ്യുന്നവരെ അടുത്ത പോസ്റ്റിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോ നമ്മൾ 10 പേരെ അവിടെ ഇരിക്കണേ. അപ്പൊ മേലേക്ക് ഒരു മോട്ടിവേഷൻ അല്ലേ? പ്രൊമോഷൻ കിട്ടണമെന്നില്ലേ മേഘേ? വിനീതിക്കല്ലേ? ഇല്ലേ? അക്ഷയ്ക്ക് തോന്നല്ലേ? നമ്മൾ ഒരു 10 പേരിൽ നിന്ന് ഒരു വർക്ക് തരിക. അപ്പൊ കമ്പനി പറയാണ്, ഇതിന് നന്നായിട്ട് എഫിഷ്യന്റ് ആവുകയാണെങ്കിൽ, നമ്മൾ നന്നായിട്ട് വർക്ക്, അല്ലെങ്കിൽ ഇത്രയും സ്കോർ നിങ്ങൾ ആവുകയാണെങ്കിൽ, ആ കമ്പനിയുടെ ലെവലിൽ ഇത്രയും ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ പ്രൊമോഷനും ട്രാൻസ്ഫറും പ്രതീക്ഷിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യൂലേ? ചെയ്യോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മോട്ടിവേഷൻ ആണ് അത്, മോട്ടിവേഷണൽ വാല്യൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അതാണ് ഞാൻ ചിലപ്പോ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾ ഒക്കെ പറയണേ. അപ്പൊ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അതായത് എന്റെ മനസ്സിൽ പ്രൊമോഷൻ കിട്ടണമെന്നല്ലേ, വിനീതയുടെ മനസ്സിലും പ്രൊമോഷൻ കിട്ടണത്, മേഘയുടെ മനസ്സിലും പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. എഫിഷ്യന്റ്ലി, കാര്യക്ഷമമായിട്ട് എന്ത്? പ്രൊമോഷനും ട്രാൻസ്ഫറും പ്രതീക്ഷിച്ചുകൊണ്ട് ആ എംപ്ലോയീസ് കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഇന്റേണൽ സോഴ്സിന്റെ അഡ്വാൻറ്റേജ്? നമുക്ക് പരിചയമുണ്ട്, ഫെമിലിയാരിറ്റി. കമ്പനിക്ക് എംപ്ലോയിനെ അറിയാം, എംപ്ലോയിക്ക് കമ്പനീനെ അറിയാം. പിന്നെ ഇന്റേണൽ ടാലന്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ താഴേലായിരുന്നു, എന്നെ വേറൊരു പോസ്റ്റിലേക്ക് മാറ്റിയപ്പോൾ എന്റെ കഴിവ് കമ്പനിക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താൻ കഴിയും. പിന്നെ സാമ്പത്തികമായിട്ട് പുറമെ റിക്രൂട്ട്മെന്റ് നടത്തി അഡ്വർടൈസ്മെന്റ്, റിക്രൂട്ടറൊക്കെ നിന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ കുറേ കാശാകും. ഇവിടെ എന്താ? ഇന്റേണൽ ആണ്, ഉള്ളിലുള്ള ആളെ തന്നെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് അങ്ങനെ വലിയൊരു എമൗണ്ട് ചെലവാക്കുന്നതിന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. പിന്നെയാണ് മോട്ടിവേഷണൽ വാല്യൂ. അതായത് പ്രൊമോഷൻ ട്രാൻസ്ഫർ ഒക്കെ തരുന്നു പറയുമ്പോൾ എന്താണ്? ആ എംപ്ലോയീസ് അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നല്ലതായിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇനി അപ്പൊ മെറിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിമെറിറ്റ്സും ഉണ്ടല്ലോ അല്ലെ? ഇനി എന്താണ് ദോഷം? എന്താന്ന് നോക്കി, ഇങ്ങനെ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഡിമെറിറ്റ്സ് എന്താന്ന് നോക്കിയേ. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആസ് ദ ഫോളോസ്. ഒരെണ്ണം പറയാട്ടോ. റെസ്ട്രിക്റ്റഡ് ചോയ്സ്, നിയന്ത്രിതമായ ചോയ്സ് ആണ്. എന്താ? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. അണ്ടർലൈൻ ചെയ്തേ, ലിമിറ്റ് സ്കോപ്പ് ഉള്ളൂ. ആ സ്ഥാപനത്തിൽ ഒരു 100 എംപ്ലോയി ഉള്ളൂ. അതിൽ നിന്ന് 100 പേരിൽ നിന്നല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ആ 100 എംപ്ലോയിനല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി പുറമെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പുറമെ, അവരിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റൂലേ? ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ അവരിൽ നിന്ന് എടുക്കാൻ പറ്റൂലേ? അപ്പൊ ഇവിടെ എന്താ? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് കുറവാണ്. കുറച്ച് ആളുകളല്ലേ ഉള്ളൂ ഉള്ളില്, കമ്പനിയുടെ അകത്ത് കുറച്ച് പേരല്ലേ ഉള്ളൂ. അതാണ് ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. ഇറ്റ് ലിമിറ്റ്സ് ദ ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് വെച്ചാൽ ഇതര മാർഗങ്ങള്, and the freedom of the firm in selecting most appropriate candidate for the vacancy. അല്ലെ? ആ കമ്പനിയുടെ എന്താണ് മറ്റ് റിക്രൂട്ട്മെന്റിനുള്ള പല മാർഗങ്ങള് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനുള്ള സ്വാതന്ത്ര്യം, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നതിന് കമ്പനിയുടെ സ്വാതന്ത്ര്യത്തെയും ലിമിറ്റ് ചെയ്യും. ശരിയാണോ? 100 പേരിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. പുറമെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവരിൽ നിന്ന് എടുക്കാൻ പാടില്ലേ? അപ്പൊ കമ്പനിയുടെ ഫ്രീഡത്തെ ലിമിറ്റ് ചെയ്യൂലേ? ഉണ്ടോ? അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് റെസ്ട്രിക്റ്റഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായ തെരഞ്ഞെടുപ്പ്. കുറച്ച് അതൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്.
സെലക്ഷന് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് ആളുകളെ നമ്മൾ എടുക്കണമെങ്കിൽ ഒരു നിയന്ത്രണവും ഉണ്ട്. കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആളുകൾ എടുക്കുന്നുള്ളൂ, പുറമേന്ന് ആരും അന്വേഷിച്ചെടുക്കുന്നില്ല. അപ്പൊ അതാണ് ഒന്നാമത്. ആ ലിമിറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. മറ്റുള്ള മാർഗങ്ങളെയും അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ആ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ആ വേക്കൻസിയിലേക്ക് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയും ലിമിറ്റ് ചെയ്യുന്നു. ബിക്കോസ് എന്താണ്, ഓഫ് ദ കമ്പനി may not be able to select best option available outside the organization. എന്താ പറയാൻ കാര്യം, കമ്പനിക്ക് പറ്റോ, നോട്ട് ഏബിൾ ടു സെലക്ട് ചെയ്യാൻ പറ്റോ ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ. പുറമെ നല്ല ഓർഗനൈസേഷന് പുറത്ത് നല്ല ഓപ്ഷൻ കിടക്കുന്നുണ്ട്, നല്ല കാൻഡിഡേറ്റ്സ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ട്. അവരെ സെലക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റുമോ? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഉള്ളിൽ ഇപ്പൊ ഒരു കമ്പനിയുടെ ചെറുതാക്കി പറയാം 10 പേരേ ഉള്ളൂ. അപ്പൊ ഒരു പോസ്റ്റ് ഒഴിവ് വന്ന 10 പേരിൽ ഒരാളെ പറ്റുള്ളൂ. ചിലപ്പോ അവർക്ക് ചിലപ്പോ അത്രയും കഴിവുണ്ടാവുന്നില്ല. എന്നാൽ എല്ലാ കഴിവും സ്കില്ലും എബിലിറ്റിയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള കുറെ ആളുകൾ പുറത്തുണ്ട്. അവരെ എടുക്കാൻ പറ്റൂലല്ലോ അല്ലെ? അതാണ് ആ ലിമിറ്റേഷൻ ഉണ്ടെന്നാ പറയണത്. Because of that, the company may not be able to select. കമ്പനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ത് ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ കമ്പനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഡീമെറിറ്റ്. ഏതാണ്? റെസ്ട്രിക്റ്റഡ് ചോയ്സ്. ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആണോ? മനസ്സിലാക്കി വെക്കണം കേട്ടോ, വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്തിട്ട് നടക്കൂല. നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം, അണ്ടർലൈൻ ചെയ്തിട്ടേക്കണതും നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ലേ, അതൊക്കെ കൂടി ഒന്നോടെ നിങ്ങൾ നോക്കുക. അതിന്റെ ഒപ്പം മോക്ക് ടെസ്റ്റുകൾ തന്നതും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.